രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ആശ്വാസം എന്ന് തന്നെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന് 10 ദിവസത്തിന് ശേഷം പുറത്തേക്ക് വരാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തല്ലേ കലികാല വൈഭവം എന്നല്ലാണ്ട് എന്താ പറയാ. ഇന്നലെ ഈ നേരത്തെ എന്തായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തള്ളി അദ്ദേഹത്തിനെ ഇപ്പോൾ ഉടനെ അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിനെ ഇപ്പോൾ ആകെ തരിപ്പണമാക്കുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ എതിരാളികൾ അങ്ങ് ആനന്ദ നൃത്തമാടുകയായിരുന്നു. ഇന്ന് ഈ കോടതിയിലെ വാർത്ത പുറത്തു വന്ന ഉടനെ രാഹുലിന്റെ ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ബ്രിഗേഡ് ഒന്നടങ്കം മാളത്തു നിന്നൊക്കെ പുറത്തു വന്നു. ഇന്നലെ മാളത്തിൽ പോയി ഒളിച്ചതാണ് ഈ വാർത്ത, ജാമ്യം നിഷേധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരിന്ന് ഒന്നാകെ പുറത്തു വന്ന് പിണറായി വിജയനെ തെറി പറഞ്ഞുകൊണ്ട് അങ്ങ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ചില നേതാക്കളെ നമ്മുടെ സതീശനൊക്കെ തെറി പറയുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. നമ്മൾ ജനങ്ങൾ പൊട്ടന്മാർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യണമല്ലോ. നമ്മുടെ വിഷയം ഇത് മാത്രമല്ല കേട്ടോ, നമ്മളെ പൊട്ടന്മാരാക്കുന്ന മറ്റൊരു വിഭാഗം കൂടെയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ വിഷ്വൽ മീഡിയാസ് തന്നെയാണ്. അവർക്ക് എല്ലാം അവസരങ്ങളാണ്, മാർക്കറ്റിംഗ് ആണ്, ഒരു ബിസിനസ്സാണ്, എല്ലാത്തിലും ബിസിനസ് കാണുന്നവരാണ്. ഇത് വെറുതെ പറയുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു റേഡിയോ മാത്രമാണ് വാർത്തകൾക്കായി ആശ്രയിക്കാനുണ്ടായിരുന്നത്. പിന്നെ ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പറൊക്കെ അക്ഷരാഭ്യാസം കുറവുള്ള നമ്മുടെ ആദ്യകാലത്ത് നാട്ടിൽ അതൊന്നും പ്രായോഗികമല്ലായിരുന്നു. കുറേ പേർക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. റേഡിയോ കേൾക്കും. ഈ ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കേൾക്കുന്ന വാർത്താ പ്രക്ഷേപണത്തിലൂടെയാണ് ഈ മനുഷ്യർ വാർത്തകൾ കേട്ടിരുന്നത്. വളരെ കൗതുകത്തോടെ കൂടെ കേട്ടിരിക്കും. പിന്നെ അതിൽ കേൾക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വല്ലപ്പോഴും ഒരു സിനിമ കൊട്ടയിൽ പോയി ഒരു സിനിമ കാണുന്നു. പിന്നീടാണ് ദൂരദർശൻ്റെ വരവ്. അതിൽ മഹാഭാരതവും നമ്മുടെ രാമായണം സീരിയലൊക്കെ വന്നിട്ട് വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. പിന്നീട് ആഴ്ചയിലൊരിക്കൽ മാത്രം മലയാള സിനിമകൾ പ്രക്ഷേപണം ചെയ്യുന്ന കാത്തിരിക്കും ജനം. അപ്പോൾ ഈ തിരുവനന്തപുരത്തു നിന്ന് ഇതൊക്കെ റിലേ കിട്ടാൻ വേണ്ടി ഈ നമ്മുടെ ആൻറ്റിനെയൊക്കെ തിരിച്ചു പിടിക്കും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് വലിയ തോതിലുള്ള ആകർഷണമൊക്കെ പോയി. ഇന്ന് നമുക്ക് ഒരുപാട് ചാനലാണ്. ചാനലിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചാനലുണ്ട്, ന്യൂസ് ചാനലുണ്ട്, സംഗീത ചാനലുണ്ട്, അങ്ങനെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. അതിൽ നമ്മുടെ ഈ വാർത്താ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള കിടമത്സരത്തിലേക്ക് നീങ്ങിയതാണ്. വലിയൊരു വിപത്തിൻ്റെ കഥയാണ് നമ്മൾ അടുത്തിവിടെ പറയാൻ പോകുന്നത്. അത് ഈ അടുത്ത കാലത്താണ് കൂടിയിരിക്കുന്നത്. ഏഷ്യാനെറ്റാണ് ആദ്യം നമുക്ക് തുടങ്ങിയതറിയാം. 1993 ഈ ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത്. അതൊന്നും ന്യൂസ് ചാനലായി തുടങ്ങിയതല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ. അതിലും ഈ ആകാശവാണി പോലെ ഒരു 4-5 തവണ വാർത്തകൾ വായിക്കുമായിരുന്നു. 1993 എനിക്ക് തോന്നുന്നു ശശികുമാറും റജി മേനോനും ശശികുമാറും തുടങ്ങി വെച്ചതാണ്. അതിപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൈകളിൽ എത്തിയിട്ട് നിൽക്കുന്നു. അദ്ദേഹമാണ് അതിൻ്റെ ഓണർ. 2010 ഒരുപാട് ചാനലുകൾ മലയാളത്തിലെ ന്യൂസ് ചാനലുകളായിട്ട് തന്നെ വരുന്നു. ഈ വാർത്താ മാധ്യമങ്ങൾ തന്നെ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യാൻ തന്നെ എന്ത് വാർത്തകളാണ് ഇത്രയധികം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവർ വാർത്തകൾ ഉണ്ടാക്കിക്കളയും. വാർത്തകളെ ഇല്ലെങ്കിൽ വാർത്തകൾ ഉണ്ടാക്കിക്കളയും. ന്യൂസ് പേപ്പറൊക്കെ ഒരു ദിവസം രാവിലെ നമ്മൾ വായിച്ചാൽ പിറ്റേ ദിവസമാണ് നമുക്കറിയാം. അതിനിടയ്ക്ക് ഈ ആകാശവാണി പോലെയുള്ള മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന നിർത്തിയുള്ളൂ. ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ ഓരോ സെക്കൻഡിലും വാർത്തയാണ്. എവിടെയെങ്കിലും ഒന്ന് മഴ പെയ്ത വാർത്തയാണ്, എവിടെയെങ്കിലും മഞ്ഞ് വീണ വാർത്തയാണ്, എവിടെയെങ്കിലും പുക വീണാണ്, എവിടെയെങ്കിലും ഓട പൊട്ടിയ വാർത്തയാണ്, എവിടെയെങ്കിലും 2 വണ്ടികൾ ഉരസിയാൽ വാർത്തയാണ്. എന്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ജലദോഷം എന്നാൽ വാർത്തയാണ്. ആ വാർത്തകൾ അങ്ങനെ സൃഷ്ടിച്ച് ഇപ്പം നമ്മളുടെ ജീവിതം തന്നെ ഈ മാധ്യമങ്ങളാണെന്ന് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള സ്ഥിതിയിലേക്ക് പോവുകയാണ്. വൈകുന്നേരങ്ങളിൽ ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നീട് ഏതാണ്ട് ഒരു 10 മണി വരെ ഈ മാധ്യമങ്ങൾ ഈ ജനങ്ങളെ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ കിടമത്സരം നടക്കുന്നത്. കാരണം വലിയ കോടികളുടെ ബിസിനസ് നടക്കുന്നതാണ്. പരസ്യങ്ങളുടെ ഒരു മാർക്കറ്റാണത്. ഏറ്റവും കൂടുതൽ നമ്മളെ ഈ മാധ്യമങ്ങൾ വഴിയാണ് നമ്മളെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കാനായിട്ട് കമ്പനികൾ ഈ പരസ്യങ്ങൾ കൊടുക്കുന്നത്. ആ പരസ്യങ്ങൾ കൊടുക്കുന്നത് ഇവരുടെ റേറ്റിങ്ങിനെ, ബാർക്ക് എന്ന് പറഞ്ഞൊരു റേറ്റിങ്ങിനെ ആശ്രയിച്ചാണ്. എന്താണ് ഈ ബാർക്ക് എന്ന് പറഞ്ഞാൽ? അത് മറ്റൊന്നുമല്ല, ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ, ബാർക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സംഘടനയുണ്ട്. അവർ
രാജ്യത്താകമാനം 10,60,000 മീറ്ററുകൾ പലയിടത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ഒരു 1,500 അടുത്ത് മീറ്ററുകൾ പലയിടത്തായിട്ട് പല വീടുകളിലും വെച്ചിട്ടുണ്ട്. അവരെന്ത് കാണുന്നു എന്ന് നോക്കിയിട്ടാണ് അത്രേ ഇവർ ഇതിനൊക്കെ ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. ഏത് ചാനലാണ് കൂടുതൽ കാണുന്നതെന്ന് ഈ 1,500 മീറ്ററാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എത്രമാത്രം ടെലിവിഷൻ കണക്ഷൻ ഉണ്ടാവും, എത്ര വീടുകളുണ്ടോ ഏറെക്കുറെ അത്രയും കണക്ഷൻ ഉണ്ടാവും. അപ്പം ലക്ഷക്കണക്കിന് വീടുകളിൽ തീർച്ചയായും ഒരു 80, 85, 90 ലക്ഷം വീടുകളിൽ TV കണക്ഷനുകളെടുത്ത് ഒരു 1,500 കണക്ഷൻ്റെ മീറ്റർ റീഡിംഗ് നോക്കിയിട്ടാണ് ഇവർ റേറ്റിംഗ് ഉണ്ടാക്കുന്നത്. ആ റേറ്റിംഗ് നോക്കിയിട്ടാണ് ഇവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. ഇതിനിടയ്ക്കാണ് നമ്മുടെ 24 ന്യൂസ് മലയാളത്തിൻ്റെ ശ്രീകണ്ഠൻ നായർ ഒരു മീറ്റിങ്ങിൽ പറയുന്നത് ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്ന വലിയ ബുദ്ധിമുട്ടാണെന്നും വലിയ നഷ്ടത്തിലാണെന്നും കമ്പനികളൊന്നും തന്നെ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നും വലിയ കിടമത്സരമാണ് ഈ രംഗത്തുള്ളതെന്നും ഇത് വലിയ താമസമില്ലാണ്ട് പൂട്ടിപ്പോകേണ്ടി വരുമെന്നും പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേട്ടു നോക്കാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയിൽ നിന്ന് ആലോചിക്കുകയായിരുന്നു. വളരെ പ്രിയപ്പെട്ട രീതിയിൽ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് കുറേ ഫലിതമൊക്കെ പറഞ്ഞ് വളിപ്പൊക്കെ അടിച്ച് തിരിച്ചു പോകണോ, അതോ ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുന്നിൽ പറയണോ? ഞാൻ രണ്ടാമത്തെ കാര്യം പ്രിഫർ ചെയ്യുകയാണ്. കാരണം നമ്മൾ ഒളിച്ചുകളി നടത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഒരു ആത്മവിമർശനം നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ മോശമാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇപ്പോൾ ഏതാണ്ടൊരു 10-42 കൊല്ലമായി ഇലക്ട്രോണിക് മീഡിയ വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെക്കാളും പ്രായം കൂടുതലായിരിക്കും എൻ്റെ ബ്രോഡ്കാസ്റ്റ് എക്സ്പീരിയൻസിന്. ഞാൻ ഈ 42 കൊല്ലം കടന്നു വന്ന കേരളത്തിൻ്റെ ടെലിവിഷൻ, റേഡിയോ, ശ്രവ്യ, പത്ര മാധ്യമങ്ങളിലൂടെ മനസ്സൊന്ന് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു അവതാരകന്റെ കുപ്പായമായിരുന്നു എനിക്ക് നല്ലത് എന്ന് ആലോചിക്കാനാണ് എനിക്കിഷ്ടം. കാരണം നമുക്കൊരു ഉത്തരവാദിത്വമില്ല. നമ്മളവിടെ ചെല്ലുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, പറ്റുമെങ്കിൽ അന്ന് തന്നെ ചെക്ക് വാങ്ങുന്നു, അതല്ലെങ്കിൽ ബാങ്കിൽ ട്രാൻസ്ഫർ വാങ്ങുന്നു. നമ്മൾ ഈ റേറ്റിങ്ങിനെ കുറിച്ചോ ഇതിൻ്റെ സ്ഥാപന നടത്തിപ്പിനെ കുറിച്ചോ യാതൊരു വറിയടിക്കേണ്ട. ഇത്രയധികം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട. നമ്മുടെ ഉറക്കമൊക്കെ സുഭിക്ഷമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഓരോ പ്രക്ഷേപകനും ഉറക്കം നഷ്ടപ്പെട്ട രാവുകളായിപ്പോ. ശരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല. ഇത് ശ്രീകണ്ഠൻ നായർ എന്തോ ഒരു സൂചന വെച്ച് പറഞ്ഞതാണ്. അത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അതെന്താണെന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് തിരിമറി സംബന്ധിച്ച 24ന്റെ വെളിപ്പെടുത്തൽ വിശദവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തുകൊണ്ടുവന്ന വിവരങ്ങൾ ഉത്കണ്ഠാജനകമാണെന്നും NBF വ്യക്തമാക്കി. അതിനിടെ തിരിമറിയെക്കുറിച്ച് ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് ഇന്ത്യ പ്രഖ്യാപിച്ച ഫോറൻസിക് ഓഡിറ്റിംഗ് തുടരുകയാണ്. രാജ്യത്തെ ബാർക്ക് റേറ്റിംഗ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ചാനൽ മുതലാളി ബാർക്കിലെ ഒരു ജീവനക്കാരന് ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈമാറിയെന്ന് ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് അത് രാജ്യവ്യാപകമായി തന്നെ ചർച്ചയാവുകയാണ്. രാജ്യത്തെ ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. എന്തായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ മനസ്സിൽ നിന്ന്? അദ്ദേഹത്തിന് അഡ്വർടൈസ്മെന്റ് വളരെ കുറഞ്ഞു എന്നും വരുമാനം കുറഞ്ഞു എന്നും മറ്റൊരു ചാനൽ, പേര് നമുക്ക് പിന്നീട് പറയാം, അവരുടെ വരവോടുകൂടി 24ന്റെ നിലനിൽപ്പ് ചില പ്രശ്നങ്ങൾ നേരിടുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന്റെ ആദ്യത്തെ വെടിയുണ്ടയാണ് ഇപ്പൊ കേട്ടത്. ബാർക്ക് റേറ്റിംഗിൽ കൃത്രിമം കാണിക്കുന്നു മറ്റൊരു ചാനൽ എന്നാണ്. ബാർക്ക് റേറ്റിംഗിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. വെറും 1,500 മീറ്റർ ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലായി വെച്ച് അവരെന്ത് കാണുന്നു എന്ന് റീഡ് ചെയ്താണത്രേ ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് കമ്പനികൾ. വലിയ കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ ടേൺ ഓവർ. ഒരു സെക്കൻഡ് കാണിക്കാൻ ഇത്ര ലക്ഷം രൂപ എന്നാണ് ഈ ചാനലുകാർക്ക് ഈ കമ്പനികൾ കൊടുക്കുന്നത്. അപ്പൊ അവരുടെ വരുമാനം അതാണെന്ന് നമുക്കറിയാലോ. കാരണം നമ്മളാരും ഈ ചാനലുകാർക്ക് കാശൊന്നും കൊടുക്കുന്നില്ല. ചാനലുകാരുടെ വരുമാനം മിക്കവാറും ഈ അഡ്വർടൈസ്മെന്റ് എന്നുള്ള സ്രോതസ്സാണ്. അത് ഈ ബാർക്ക് റേറ്റിംഗ് ആണ്. വെറും 1,500 മീറ്റർ വെച്ച് വലിയൊരു ശൃംഖലയിലെ ആൾക്കാർ എന്ത് കാണുന്നു എന്ന് എങ്ങനെയാണ് കാണുന്നത്? അതുകൊണ്ട് ഈ 1,500 മീറ്ററിലെ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ചാനലാണ് കൂടുതൽ കാണുന്നത് എന്ന് വരുത്തി തീർത്താൽ അവർക്ക് കൂടുതൽ അഡ്വർടൈസ്മെന്റ് പോകുമത്രേ. ഇത് സത്യമാണോ എന്ന് നമുക്കറിയില്ല. ഇതാണ് ശ്രീകണ്ഠൻ നായർ ഉയർത്തുന്ന ആക്ഷേപം. അപ്പൊ ഇനി അത് ആരാ എന്നും കൂടെ നമുക്ക് അറിയണ്ടേ? ഒന്ന് കണ്ടു നോക്കാം.
വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ഡേറ്റ തട്ടിപ്പിൽ റിപ്പോർട്ടർ TV MD ആൻഡ്രു അഗസ്റ്റിനെ 2ാം പ്രതിയാക്കി കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നു. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥാണ് 1ാം പ്രതി. കൃത്രിമരേഖ ചമക്കൽ, വഞ്ചനാക്കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ബാർക്ക് ഡേറ്റയിൽ തിരിമറി നടത്തി റിപ്പോർട്ടർ TVയെ മുന്നിലെത്തിക്കാൻ പ്രേംനാഥിന് ആൻഡ്രു അഗസ്റ്റിൻ കോടികൾ കൈമാറിയെന്നാണ് 24ന്റെ ഓപ്പറേഷൻ സത്യയിൽ കണ്ടെത്തിയിരുന്നത്. ക്രിപ്റ്റോ കറൻസി വഴിയും ഇടപാടുകൾ നടന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിനെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ശ്രീകണ്ഠൻ നായരുടെ കളി ആൻഡോനോട് വേണ്ട. ആൻഡോ ഇത് എത്ര കണ്ടതാ, എത്ര കളി മുറിച്ചതാ എന്ന അതെന്താ നടന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. യാഥാർത്ഥ്യം എന്താണെന്ന് ആൻഡോ പറയട്ടെ. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പ്രേക്ഷകരെ, ഇതാണ് സത്യം. റിപ്പോർട്ടർ TV ബാർക്ക് തട്ടിപ്പ് നടത്തിയെന്നത് വ്യാജ വാർത്ത. 24 ന്യൂസിനെതിരെ കേസെടുത്ത് പോലീസ്. ശ്രീകണ്ഠൻ നായർ 1ാം പ്രതിയും ശ്രീകണ്ഠൻ നായരുടെ മകൻ ശ്രീരാജ് 2ാം പ്രതിയുമായാണ് കേസ്. ബാർക്ക് കോഴ സ്ക്രീൻഷോട്ട് വ്യാജമെന്നാണ് നിർണായക കണ്ടെത്തൽ. വ്യാജരേഖ ചമച്ചതിന് കളമശ്ശേരി പോലീസ് കേസെടുത്തു. ഇപ്പൊ ശ്രീകണ്ഠൻ നായർക്ക് തൃപ്തിയായല്ലോ? എന്തല്ലേ ഇപ്പൊ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് നമ്മൾ ഈ വീഡിയോന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ? കൂട്ടത്തിന്റെ കാര്യത്തില് നമ്മളെ പൊട്ടന്മാരാക്കി. ഇപ്പൊ ഈ വാർത്താ മാധ്യമങ്ങളും ഈ വിധത്തിൽ നമ്മളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിടമത്സരമാണ്. ഈ കിടമത്സരത്തിന് വേണ്ടി ഇവർ വാർത്തകൾ ഉണ്ടാക്കും. ഇല്ലാത്ത വാർത്തകളും ഇവർ വായുവിൽ നിന്ന് സൃഷ്ടിച്ച് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. പിന്നെ ആ വാർത്തയെ ഒരു പിന്തുടരലും ഉണ്ടാവില്ല. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും പിന്നീട് ആർക്കും ഉണ്ടാവില്ല. കാരണം മനുഷ്യന് മറ്റൊരു പുതിയ വാർത്ത ഇവർ കൊണ്ടുവന്ന് തരും, എരിവും പുളികോടും കൂടി. അപ്പൊ പഴയതൊക്കെ മറക്കും, ആ ആവേശം പോവും. അതിനുവേണ്ടി പരസ്പരം നമ്മൾ ജനങ്ങൾ കലഹിച്ചതൊക്കെ വെറുതെവും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പൊതുജനങ്ങളെ മൊത്തത്തിൽ ഇവിടുത്തെ എല്ലാ വ്യവസ്ഥിതികളും ചേർന്ന് മണ്ടന്മാരാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും അതിന് നമ്മൾ നിന്നുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. നമ്മുടെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ ഈ പറഞ്ഞതിൽ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലിടുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.